അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഷെസ്മോളെ ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബഹ്റൈനിൽ വന്നിട്ട് അപ്പൻ്റെ കൂടെയുള്ള ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയിട്ടത് ഷെസ്മോൾക്ക്. കേക്ക് കട്ടിങ്ങും ഫുഡ് കേക്കിലൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ്. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തിക്കണേ. എങ്ങനെയുണ്ട് ഞങ്ങൾ രണ്ടാളുടെയും ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അതിനിടയ്ക്ക് ഞാൻ ഷെസുവിനോട് ചോദിക്കാൻ നമുക്ക് കേക്ക് കട്ട് വേണ്ടി പോയാൽ പോള് പറഞ്ഞു ഓക്കെ സെറ്റാണ്, നമുക്ക് കേക്ക് കട്ട് വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതാണ് നമ്മളെ ഷെസ്മോളെ ഫുള്ളായിട്ട് ഔട്ട്ഫിറ്റ് വരുന്നത്. ഷെസ്മോളോട് കേക്ക് കട്ട് വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിക്കണേ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അൽ റോമാൻഷിയ എന്നായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഷെസ്മോളും അബിയും കൂടി ഇത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് കയറി പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായിക്കണം നല്ല തിരക്കുണ്ടെന്ന്. ഈ കാണുന്ന ലൈന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ക്യൂല്. ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. ഞങ്ങൾക്ക് 5 മിനിറ്റിന് ശേഷം ഇവിടെ സീറ്റ് കിട്ടിയത്. അബ്ബന്റെ കൈക്കുള്ളത് നമ്മളെ ഷെസ്മോളെ ബർത്ത്ഡേ കേക്കാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷെസ്മോളെ ബർത്ത്ഡേ കേക്ക് വരുന്നത്, വൈറ്റ് ഫോറസ്റ്റ്. നമ്മളെ ഷെസ്മോൾക്ക് കേക്ക് കിട്ടിയപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട് അവളെ. കേക്കിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ഷെസു എന്നാണ്. ഷെസ്മോൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അവൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഉമ്മ ഇത് കേക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഞാൻ ഷെസ്മോളോട് ചോദിച്ചാൽ എനിക്ക് കേക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവള് പറയണ ആൾക്ക് കേക്ക് ഇഷ്ടമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ദീദി ഇങ്ങോട്ട് പോകാൻ നമുക്ക് രണ്ടാക്കും കൂടി കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. ഞങ്ങൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വാങ്ങിയത് ലുലുമാണെന്നാണ്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ നോക്കുമ്പോൾ എന്തില്ല, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്തി ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ വിചാരിച്ചു ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എന്തെടുക്കുന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോർക്ക്, ഞങ്ങൾ ആ ഫോർക്ക് വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഷെസ്മോൾക്ക് കേക്ക് കൊടുക്കലും ഷെസ്മോൾ എനിക്ക് കേക്ക് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടാളും കിസ് ചെയ്യലും എല്ലാതും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഷെസു അബ്ബക്ക് കേക്ക് കൊടുക്കുകയാണ്. അബ്ബക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കൊടുക്കലും ഷെസുവിന് അബ്ബ കേക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷെസു ഉമ്മിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കേക്ക് കഴിച്ചതിന് ശേഷം അതിൻ്റെ മുഖത്തെ ക്രീം കഴിക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് അതിൻ്റെ മുഖത്തെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് മധൂരയായിരുന്നു. ഞങ്ങൾ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈസി ഉണ്ടായിരുന്നു, നോർമൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തോട്ട് നല്ല വ്യൂ ആണ്. നമ്മൾ ഷെസ്മോക്ക് ഫുഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അവൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ എന്താ പെപ്സി കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, മധൂത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് മധൂത് കഴിക്കണത്. അപ്പൻ്റെ വക ഷെസ്മോക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഷെസ്മോൾക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാനായിട്ട് ഒട്ടും ക്ഷമ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അപ്പം തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗിഫ്റ്റ് വാങ്ങണ കാര്യം. അബ്ബ പറഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കാരണം അപ്പം തന്നെ അവൾക്ക് ഗിഫ്റ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷെസ്മോൾ ഇത് ബോക്സിന് മുകളിലത്തെ ഓരോ ലെറ്റേഴ്സ് വായിക്കുകയാണ്. അതിൻ്റെ ഓരോ വേർഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം അൺബോക്സ് ചെയ്തപ്പോൾ അവൾ
അവള് കീബോർഡൊക്കെ കണ്ടുകിട്ടാ. അവൾക്ക് ഇനി ഇപ്പോൾ ഇതിനുള്ളിൽ ഇനി എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കുന്നത്. ഷെസ്മോൾക്ക് കീബോർഡൊക്കെ കിട്ടിയപ്പോൾ എന്താ കാട്ടുകയെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ്. കാറിന്ന് പാട്ട് കേട്ടപ്പോൾ നമ്മൾ ഷെസ് നല്ല അടിപൊളി ഡാൻസും ഓരോ സ്റ്റെപ്പൊക്കെ ഇറക്കുന്നുണ്ട്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.